എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹാപ്പി ന്യൂ ഇയർ. പുതുവർഷം തുടങ്ങുകയല്ലേ, അതുകൊണ്ട് നമുക്കിന്ന് മധുരം കൊണ്ട് തന്നെ ഉള്ള ഒരു പായസം ഉണ്ടാക്കാം. പായസം എന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം പ്രഥമനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ 1/2 കിലോ ഏത്തക്കായ്ക്ക് വേണ്ടി 1/4 കിലോ ശർക്കര, അല്ലെങ്കിൽ 2 ഏത്തക്കായ്ക്ക് വേണ്ടി 1/4 കിലോ ശർക്കര. അപ്പം ഇച്ചിരി മധുരം കൂടാൻ വേണ്ടിയിട്ട് ഞാൻ 300 ഗ്രാം ശർക്കരയാണ് ഉരുക്കി വെച്ചേക്കുന്നത്. പിന്നെ ഒന്നാം പാല്, അത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നാം പാലും, രണ്ടാം പാല് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചുമാണ് എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് നെയ്യ്. ഇനി നമുക്ക് ഏത്തക്ക അരിഞ്ഞെടുക്കാം. നമ്മൾ ചെറുതായിട്ട് ഏത്തപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് ഏത്തക്ക ഇട്ട് കൊടുക്കാവേ, ചെറുതായിട്ട് അരിഞ്ഞത്. നമുക്ക് നല്ല ഇളക്കി വഴന്ന് വരട്ടെ. നമ്മുടെ നെയ്യിലെല്ലാം നമ്മൾ വഴന്ന് വന്നിട്ടുണ്ട്. ചെറിയ തീയിലേ കൊടുക്കാവുള്ള. ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വെക്കാവേ. ചിലരിത് പുഴുങ്ങി അടിച്ചെടുക്കുവേ. നമുക്ക് ഇച്ചിരി തരിതരിപ്പ് വേണ്ട കൊണ്ട് ഞാനിങ്ങനെയാണ് വെച്ചാൽ ഇനി മൂടി വെക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ ഏത്തപ്പഴം എല്ലാം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്, ഇത്രയും മതിയേ. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിക്കാവേ. ശർക്കര ഒഴിക്കുവാണേ നമ്മളിത് ശർക്കര ഒഴിച്ചു കഴിഞ്ഞ് നല്ലപോലെ ഇളക്കി ഇത് യോജിപ്പിക്കണം. ഈ ഏത്തപ്പഴം ഉടഞ്ഞത്, ഇത് ഏത്തപ്പഴവും ശർക്കര എല്ലാം വെന്തുടച്ചത് നല്ലപോലെ. ഇച്ചിരി തരി കിടപ്പുണ്ട് കടിക്കാനായിട്ട്. അതിലേക്ക് ഇച്ചിരി നെയ്യും കൂടെ നമുക്ക് ഒഴിക്കാവേ. നെയ്യ് വേണ്ടവരൊഴിച്ചാൽ മതി, പക്ഷെ നെയ്യ് ഒഴിച്ച് വഴന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വഴന്ന് വന്നിട്ടുണ്ട് നമ്മുടെ പഴം പ്രഥമൻ, അല്ലെങ്കിൽ ഏത്തപ്പഴവേ. ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കാവേ. എത്രയും മതിയേ. കുറേശ്ശെയാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്ത് ഇളക്കേണ്ടത്, അല്ലെങ്കിൽ വെള്ളം വിട്ട പോലെ കിടക്കും. നമ്മുടെ പായസം ഇവിടെ രണ്ടാം പാലൊക്കെ ഒഴിച്ച് കുറുകി വേണ്ട നല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ചുക്കുപൊടി ഇട്ട് കൊടുക്കാവേ. ആ കൂടെ തന്നെ നമുക്ക് ഏലക്ക, ഒരു 5 ഏലക്ക പൊടിച്ചതാണ്, അതും കൂടി ഇട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിതെല്ലാം കൂടെ ഇളക്കിയിട്ട് ഇടാതെ നമ്മൾ ഇളക്കി കൊടുക്കണേ. ചെറുതീയിലേ കൊടുക്കാവുള്ളത്. കൊണ്ട് പായസം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തലപ്പാൽ ഒഴിച്ച് കൊടുക്കാവേ. അതും ഇച്ചിരി ഒഴിച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ഇനി ഒന്ന് കുറുകട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വറുത്തിടാം. നമ്മുടെ പായസം ഇവിടെ റെഡിയായ. തലപ്പാലും, അതായത് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം നേരം തിളപ്പിക്കണ്ടേ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നട്ട്സും മുന്തിരി തേങ്ങാക്കൊത്തും ഒക്കെ വറുത്ത് വിത്തയിലിടാവേ. നമുക്ക് താവ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് ഒഴിക്കാവേ. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിടാവേ. ഇനി അത് മൂക്കട്ടെ. ആയിട്ട് മൂക്കാറായപ്പോൾ നമുക്കിതിലേക്ക് നട്ട്സും കിസ്മിസും കൂടി ഇട്ടേക്കാവേ. ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പായസത്തിലോട്ട് ഒഴിക്കാവേ. പായസം ഇരിക്കും തോറും കുറുകുവേ. ഇതിലേക്ക് വറുത്ത് വെച്ച് എല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഏത്തപ്പഴം കൊണ്ടുള്ള പ്രഥമൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.